നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ വെള്ളാപ്പള്ളിയും. ആരോപണ വിധേയനായ കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും രംഗത്ത്. പൊതുപ്രവർത്തകർ സ്വഭാവശുദ്ധി പാലിക്കണമെന്നും രാഷ്ട്രീയത്തിലായാലും പൊതുപ്രവർത്തനത്തിലായാലും വ്യക്തിശുദ്ധി അനിവാര്യമാണെന്നതും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. രാഹുൽ ഇപ്പോൾ MLA സ്ഥാനം ഉപേക്ഷിക്കേണ്ട സാഹചര്യത്തിലാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. MLA സ്ഥാനം രാജിവെക്കില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. നിയമസഭാംഗത്വം രാജിവെക്കില്ലെന്നും അത്തരം ഒരു ആലോചന ഇപ്പോൾ ഇല്ല എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വ്യക്തമാക്കി. തെറ്റ് ചെയ്തതുകൊണ്ടല്ല, മറിച്ച് സംസ്ഥാന സർക്കാരിനെതിരെ ഉയർന്നു വന്ന പ്രക്ഷോഭങ്ങൾക്കിടെ തന്നെ ന്യായീകരിക്കേണ്ട അവസ്ഥ പ്രവർത്തകർക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം താൻ രാജിവെച്ചതെന്ന് അദ്ദേഹം ഇന്നലെ പറഞ്ഞിരുന്നു. കൂലിത്തർക്കം. കൊല്ലത്ത് വീട് നിർമ്മാണത്തിന് കൊണ്ടുവന്ന തറയോട് SIയുടെ ഭാര്യ ഒറ്റയ്ക്ക് ലോറിയിൽ നിന്ന് ലോഡിറക്കി. പരിസരവാസികളായ CITU തൊഴിലാളികളുമായി ഉണ്ടായ കൂലിത്തർക്കത്തെ തുടർന്ന് വീട് പണിക്കായി കൊണ്ടുവന്ന തറയോടുകൾ കഴിഞ്ഞ രാത്രി യുവതി ഒറ്റയ്ക്ക് ലോറിയിൽ നിന്ന് ഇറക്കേണ്ടി വന്നു. വാഹനത്തിൽ ഉണ്ടായവരെ ലോഡിറക്കാൻ തൊഴിലാളികൾ സമ്മതിക്കാതിരുന്ന സാഹചര്യത്തിലാണ് വീട്ടുടമയും മുൻ കേന്ദ്രീയ വിദ്യാലയം അധ്യാപികയുമായ തച്ചോണം പ്രിയ നിവാസിൽ പ്രിയ വിനോദിനി തിക്താനുഭവം നേരിടേണ്ടി വന്നത്. പ്രിയ സ്വന്തമായി ലോഡിറക്കി തീരുന്നതുവരെ CITU തൊഴിലാളികളും ഗ്രാമപഞ്ചായത്ത് അംഗമായ വനിതയും ഗേറ്റിനു മുന്നിൽ നിലയുറപ്പിച്ചിരുന്നതായും പറയുന്നു. വീട്ടമ്മയെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തിയ പ്രതിയും മരണത്തിന് കീഴടങ്ങി. ഇരിക്കൂർ. കുറ്റ്യാട്ടൂർ ഉറുവച്ചാലിൽ കാരപ്രത്ത് PP പ്രവീണയെ പെട്രോൾ ഒഴിച്ച് തീകൊളുത്തി കൊന്ന കേസിലെ പ്രതി പെരുവളത്തു പറമ്പ് കുട്ടാവിലെ V ജിജേഷ് മരിച്ചു. പരിയാരത്തെ കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്നു ജിജേഷ്. കഴിഞ്ഞ ബുധനാഴ്ച വെള്ളം ചോദിച്ച് വീട്ടിലെത്തിയ ജിജേഷ് വെള്ളമെടുക്കാൻ പോയ പ്രവീണയുടെ മേൽ പെട്രോൾ ഒഴിച്ച് തീ കൊടുക്കുകയായിരുന്നു. വ്യാഴാഴ്ചയാണ് പ്രവീണ മരണപ്പെട്ടത്. സ്ഥല കേസ്. ആരോപണങ്ങൾ വ്യാജം. മുൻ ശുചീകരണ തൊഴിലാളി അറസ്റ്റിൽ. ധർമ്മസ്ഥല കേസിൽ വൻ ട്വിസ്റ്റ്. ആരോപണങ്ങൾ മുഴുവൻ വ്യാജമാണെന്ന വെളിപ്പെടുത്തലോടെയാണ് അന്വേഷണം പുതിയ വഴിത്തിരിവിലെത്തിയത്. ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളിയായ ചിന്നയ്യയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാണാതായതായി പ്രചരിച്ചിരുന്ന അനന്യ ഭട്ടിൻ്റെ തിരോധാനം നുണക്കഥയാണെന്നും കുടുംബാംഗങ്ങൾ വ്യക്തമാക്കി. അനന്യയുടെ അമ്മ സുജാത ഭട്ടാണ് തുറന്നു പറഞ്ഞത്. മാസ് ബറിയിൽ നടന്നുവെന്ന പേരിൽ രാജ്യത്തുടനീളം ചർച്ചയായ കേസ് ഇങ്ങനെ തന്നെ കള്ളക്കഥയായി മാറിയിരിക്കുകയാണ്. പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത് ആരോപണങ്ങൾക്ക് പിന്നിൽ വ്യക്തിപരമായ വൈരാഗ്യവും തെറ്റിദ്ധാരണയും മാത്രമാണെന്നതാണ്. കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ. നന്ദി.